ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിലെ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡെറിവേറ്റീവ്സ് പഠിച്ചായിരുന്നു. അത് ഇപ്പോൾ ഈ ചാപ്റ്ററിലാണ് നമുക്കത് എങ്ങനെ ഉപയോഗിക്കാം, നമ്മുടെ സാധാരണ ലൈഫിൽ അതെങ്ങനെ ഉപയോഗിച്ച് അതിൻ്റെ ബെനിഫിറ്റ് എങ്ങനെ അച്ചീവ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിക്കുന്ന ഈ ചാപ്റ്ററിലാണ്. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഞാനിതൊരു പ്ലേലിസ്റ്റായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് ക്രമത്തിൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് ആ ചാപ്റ്റർ ഫുള്ള് റിവ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മൾ ഇതിവിടെ ഒരു കുളമുണ്ട്, ഒരു ലേക്ക്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളൊരു കല്ലെടുത്തിട്ടു. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉള്ളിൽ റിപ്പിൾസ് ഉണ്ടാവും, തിരകൾ. ആ തിരകൾ ഇങ്ങനെ ഉണ്ടാവും. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ സമയത്ത്, കല്ലിട്ട സമയത്ത് ഒരു ചെറിയ സർക്കിളായിരുന്നു അവിടുത്തെ തിര. അതിനുശേഷം സമയം കൂടുന്നതിനനുസരിച്ച് ഈ സർക്കിളിൻ്റെ വലിപ്പം ഇങ്ങനെ കൂടി വലുതായിട്ട് മാറും. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഇവിടുത്തെ റേഡിയസ് ഇങ്ങനെ കൂടി വരുവാണല്ലോ, സമയം കൂടുന്നതനുസരിച്ച് റേഡിയസ് കൂടുന്നുണ്ട്. അപ്പോൾ റേഡിയസ് കൂടുന്ന സ്പീഡ് നിങ്ങൾക്ക് തന്നാൽ എന്താണ്, റേഡിയസ് കൂടുന്ന സ്പീഡ് നിങ്ങൾക്ക് തന്നാൽ ഏരിയ കൂടുന്ന സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ റേഡിയസ് കൂടുന്ന സ്പീഡ് എന്ന് പറഞ്ഞില്ലേ, കണ്ടോ, റേഡിയസ് ആറ്, സ്പീഡ് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വിളിക്കുന്ന പേരാണ് റേറ്റ് അല്ലെങ്കിൽ സ്പീഡ്. റേഡിയസ് കൂടുന്ന സ്പീഡ് തന്നാൽ നിങ്ങൾക്ക് ഏരിയ കൂടുന്ന സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡെറിവേറ്റീവ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററിലുള്ള കണ്ടൻറ്റ്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. റേഡിയസ് കൂടുന്ന റേറ്റ് ഉപയോഗിച്ച് ഏരിയ കൂടുന്ന റേറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ ഒരു DA/R, R/T ഇങ്ങനെയൊക്കെ എഴുതിയത് എന്തുകൊണ്ടാണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലാവും. നോക്കിക്കോ, ഇതാ കല്ലിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ റേഡിയസ് കൂടുന്നുണ്ട്, അതിനനുസരിച്ച് സ്വാഭാവികമായിട്ട് ഏരിയ കൂടും. അത് കാരണമാണ് ഞാനിവിടെ രണ്ടും ഇങ്ങനെ കൂടുമെന്ന്, ഇൻക്രീസിങ് എന്നുള്ള എഴുതിയേക്കുന്നത് ഏരിയ കൂടുമ്പോൾ. ഇനി ഏരിയ ഈക്വൽ ടു എന്താ, സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ അത് πr² ആണ്. ഏരിയക്കുള്ള ഇക്വേഷൻ πr² ആണ്. അപ്പോൾ ഏരിയ ആർ എന്ന് പറഞ്ഞ വേരിയബിളിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഏരിയ എന്ന് പറയുന്നത് ആർ എന്ന് പറഞ്ഞ വേരിയബിളിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഏരിയനെ ടൈമിലാണ് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഏരിയനെ ടൈമിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഏരിയ ടൈമിലല്ല വേരി ചെയ്യുന്നത്, ഏരിയ റേഡിയസിലാണ് വേരി ചെയ്യുന്നത്. അപ്പോൾ ഏരിയ ബൈ റേഡിയസ് ചെയ്തു. കാരണം ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഏരിയ ബൈ ടൈം നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഏരിയ റേഡിയസിലാണ് വേരി ചെയ്യുന്നത്. അപ്പം ഏരിയ ബൈ റേഡിയസ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, റേഡിയസ് ബൈ ടൈമും ചെയ്തു. ഇപ്പോൾ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ആറും വെട്ടിപ്പോവും, A/T കിട്ടും. ഓക്കെ, അങ്ങനെയൊന്നുമല്ല, പക്ഷേ ഇത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് വയ്ക്കുക. അപ്പം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുക. ഒരു കല്ലെടുത്ത് ലേക്കിലേക്ക് ഇട്ടു. അപ്പോൾ വേവിൻ്റെ സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ വേവ് എന്ന് കാണുന്നിടത്തല്ല റേഡിയസ് എന്ന് എഴുതി വെച്ചിട്ട് വായിക്കുക. അപ്പോൾ വേവിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ റേഡിയസിൻ്റെ സ്പീഡ് 4 cm/s ആ റേഡിയസ് വലുതാവുന്നത്. പിന്നെ വെൻ വേവ് ഈക്വൽ ടു 10 cm എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ വായിക്കും, റേഡിയസ് ഈക്വൽ ടു 10 cm. റേഡിയസ് 10 cm ആയിരിക്കുമ്പോൾ ഹൗ ഫാസ്റ്റ് ഏരിയ ഇൻക്രീസിങ്, ഏരിയ കൂടുന്നതിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനി ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടി ഹൗ ഫാസ്റ്റ് ഏരിയ. അതിന് നമ്മൾ മാത്സിലേക്ക് എഴുതുമ്പോൾ എങ്ങനെ വരും, ഏരിയ എന്ന് പറയുമ്പോൾ ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനാണ് റേറ്റ് അല്ലെങ്കിൽ ഫാസ്റ്റ് എന്നൊക്കെ കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ DA/DT ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. DA/DT. അപ്പോൾ ഏരിയനെ ടൈമിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഏരിയനെ ഏതിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യും, ഏരിയയുടെ വേരിയബിൾ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. ഏരിയനെ റേഡിയസിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യും, എന്നിട്ട് റേഡിയസിനെ ടൈമിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. ഇങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇനി ഏരിയനെ റേഡിയസിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ D/dr ഓഫ് ഏരിയ, ഏരിയ എന്താണ്, πr². സർക്കിളിൻ്റെ ഏരിയ നമ്മൾ പഠിച്ചു വെക്കണം, πr². പിന്നെ dr/dt അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. റേഡിയസിൻ്റെ സ്പീഡ്, റേഡിയസ് ബൈ ടൈം അല്ലേ, റേഡിയസിൻ്റെ സ്പീഡ് അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വേവ് കാണുന്നിടത്തെല്ലാം നമ്മൾ റേഡിയസ് എന്ന് വെച്ചാൽ വായിക്കണ്ടേ. അപ്പോൾ വേവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ റേഡിയസിൻ്റെ സ്പീഡ് അത് 4 cm/s ആണ്. അപ്പം dr/dtക്ക് വരെ നമുക്ക് എന്തെന്ന് കൊടുക്കാം, dr/dt 4 cm/s. ഇനി π × r² ആറിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. r² എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നുള്ളത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. x⁻n ഡിഫറൻഷ്യൽ എന്താ, എന്നിൻ്റെ അടുത്ത് ഫ്രണ്ടിൽ എഴുതുക, മേളിൽ ഒരെണ്ണം കുറച്ച് എഴുതുക, n(x⁻n−1) അല്ലേ. അപ്പോൾ r² 2r⁻1. r² ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ അപ്പോൾ നമ്മളിവിടെ കൊടുത്തു π × 2r⁻1, π × 2r⁻1. പിന്നെ ഓൾറെഡി dr/dt അതെന്താ, വേവ് സ്പീഡ് അത് 4 ആണെന്നറിയാം. 2 × 4 8, 8πr, 8πr ആണ് നമ്മുടെ ആൻസർ. പിന്നെ റേഡിയസ് എത്രയാണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. വെൻ വേവ് ഈക്വൽ ടു 10 cm എന്നുള്ളതാണ്. അപ്പോൾ ആറിൻ്റെ വാല്യൂ 10. അപ്പോൾ 8 × 10 80π cm² cm²/s. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കിട്ടി. ഇവിടെ നമ്മൾ എന്താ കണ്ടുപിടിച്ചതെന്നുള്ളതൊന്ന് ശ്രദ്ധിച്ച് വെക്കണം. നമ്മൾ കണ്ടുപിടിക്കുന്നത് ഏരിയയുടെ സ്പീഡാണ് കണ്ടുപിടിക്കുന്നത്.
ഏതുപയോഗിച്ച്? ഏരിയയുടെ സ്പീഡ് നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. ഏരിയനെ റേഡിയസിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ റേഡിയസിനെ ടൈമിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ഇതിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. റേഡിയസിൻ്റെ സ്പീഡ്, വേവ് സ്പീഡ് 4 സെൻറ്റിമീറ്റർ. പിന്നെ ഏരിയനെ റേഡിയസിൽ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. r² നെ πr² ഡിഫറൻഷ്യേറ്റ് ചെയ്തു. വളരെ സിമ്പിളായിട്ട് ആൻസർ കിട്ടി.